മതസംഘടനകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന വാദം ഹാജിക്കുണ്ടല്ലോ. ആ ധാരണയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് മതസംഘടനകൾ വഴിതെറ്റിയിട്ടില്ല. സംഘടനകൾക്ക് വഴിതെറ്റിയിട്ടില്ല. സംഘടനകളാണ് വഴിതെറ്റിയത്. സംഘടനകൾക്ക് അവർ ചെയ്യുന്നതിലും സംഘടന പ്രകാരം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം കോൺഗ്രസ്സുകാർക്കും എല്ലാം ഉണ്ടല്ലോ ചന്തം ബൈഠക്കും മറ്റേ ഇതുമൊക്കെ, അതുപോലെ എന്തും ആകാവുന്നതാണ്. പക്ഷേ മതസംഘടനകൾ ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോയിന്റിൽ എവിടെയും അവസരമില്ല. അത് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. മർഹൂം മൗദൂദി സാഹിബിനെയോ അല്ലെങ്കിൽ മൗലാന ഇല്യാസിനെയോ ഒന്നും ഞാൻ മുസൈലിമയോടോ അല്ലെങ്കിൽ പിന്നെ മിർസ ഗുലാമിനോടൊന്നും ഞാൻ ഉപമിക്കില്ല. കാരണം അവരൊക്കെ ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതൽ തഖ്വയും തവക്കലും ഒക്കെയുള്ള നല്ല മനുഷ്യന്മാരാണ്. അവർക്ക് ഈ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിൽ ലാഘവത്വം സംഭവിച്ചു പോയി. ഇങ്ങനത്തെ ഒന്നും പാടില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ കണ്ടീഷൻ നിയമമുണ്ടല്ലോ, അത് ഒരു പല്ലവിയായിട്ട് അള്ളാഹ് പറഞ്ഞതായിരിക്കുമല്ലേ എന്ന് കരുതിപ്പോയി. അവിടെ നിന്നാണ് വഴിതെറ്റുന്നത്. ആ കണ്ടെത്തലിൽ നിന്ന് കണ്ടെത്താൻ പാടില്ലായിരുന്നു. അവിടെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ദർസെടുത്തുകൊണ്ടേ ഇരിക്കുമ്പം ഇമാം മാലിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, മദ്ഹബിൻ്റെ ഇമാം ദർസെടുത്തപ്പോൾ ഒന്നു ചെയ്യുമ്പോൾ നിങ്ങൾ കാലിൻ്റെ വിരലുകൾ വിടർത്തി കഴുകേണ്ടതില്ല എന്ന് പറഞ്ഞു. ദർസ് പിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി. ഒരു ചെറുപ്പക്കാരൻ മാത്രം അവിടെ തന്നെ ഇരുന്നു. അപ്പം എല്ലാവരും പോയപ്പോൾ ഇമാം മാലിക് ശിഷ്യനോട് ചോദിച്ചു, നീ എന്താ പോകാത്തത്, ഇവിടെ തന്നെ ഇരിക്കുന്നത്? അല്ല, എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അല്ല, താങ്കൾ ദർസിൽ കാലുകൾ വിടർത്തി കഴുകേണ്ടതില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ബിലാൽ എന്ന ഷെയ്ഖിൻ്റെ ദർസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ വിടർത്തി കഴുകാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് അദ്ദേഹം ദർസിൽ പറഞ്ഞിരുന്നു. നീ കേട്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് നീ പിന്നെ അന്നേരം പറയാതിരുന്നത്? അത് അദബുകേടല്ലേ ഉസ്താദെ, സദസ്സിൽ വെച്ച് അങ്ങനെ പറയാവൂ. അതുകൊണ്ട് എല്ലാവരും പോയിട്ട് പറയാമെന്ന് വെച്ചത്. ഇപ്പം തന്നെ ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ കാലുകൾ വിടർത്തി കഴുകും, നാളെ ദർസിൽ അത് ആദ്യമായിട്ട് പറയാമെന്ന് ഇമാം മാലിക് അപ്പം തിരുത്തി. കാരണം നബി വിടർത്തി കഴുകണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വിവരം കിട്ടി. അതിനു മുമ്പ് ആ വിവരം ഉണ്ടായിട്ടില്ല. അപ്പം നബി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് അവരൊന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. എന്താണോ നബി പറഞ്ഞത് അതായിരിക്കും ദീൻ എന്നിടത്ത് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇവർക്ക് പറ്റിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ജനങ്ങളെ കൂടുതൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുവാൻ ഇതൊക്കെ ഒരു ഉപാധിയായിട്ട് ഉപയോഗപ്പെടുമല്ലോ എന്ന കാഴ്ചപ്പാട് വന്നുപോയി. ഏത് ഹൽക്കയും ഫറക്കയും ഗസ്തും ജോഡും ഒക്കെ. അവിടെയാണ് അപകടം പറ്റിയത്. ആ അപകടം വലുതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കാണുന്ന ഹൈദരാബാദും മറ്റേ എടത്തലയും പെരുമ്പാവൂരും ഒക്കെ. 100% ഇല്ലാത്തതാണല്ലോ. 100% ദുർവ്യയം, വേസ്റ്റ്. 10,000 ആൾക്ക് അവിടെ ബിരിയാണി സപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത് എടത്തലയിൽ. അതിൻ്റെയൊക്കെ ചിലവ് ആരെ കണക്കിലാണ് എഴുതുക? അതിൻ്റെയൊക്കെ ചിലവ് എഴുതണ്ടേ? ഇപ്പം നമ്മൾക്ക് സംഭവിച്ചു പോകുന്നത്, നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ പാർട്ടി നേതാക്കന്മാരെ നമ്മൾ അപ്രമാദിത്വം കൽപ്പിക്കും. സംഭവിച്ചു പോകും അങ്ങനെ. ചിലർ അമീറിന് നബിത്വം ചമക്കും. ചില ഘട്ടങ്ങളിൽ അമീർ സ്വന്തമായിട്ട് നബിത്വം ചമയും. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അമീർ, അറബി അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. മറ്റേ
ആദിവാസി കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ. വേറൊരു കഥ എന്താ വെച്ചാൽ അദ്ദേഹം സ്വന്തമായിട്ട് നബിത്വം ചമഞ്ഞപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ലാത്ത സ്ഥാപനങ്ങൾക്കൊന്നും ഒരു അതിർത്തി കഴിയും കണക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു പെട്ടിക്കട പോലും സ്ഥാപിച്ചിട്ടില്ല, ചരിത്രത്തിലില്ല. ഇവിടെ എന്താക്കുന്ന, ഇവിടെ ഇപ്പം അമീർ അവറുകൾ മുൻകൈ എടുത്തിട്ട് ആൾട്ടർനേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റേ ഡീംഡ് യൂണിവേഴ്സിറ്റി, പിന്നെ എന്താണ് സഹകരണ മോള്, അങ്ങനെ ഉണ്ടാക്കിയിട്ട് സഹകരണ മോൾ ഉണ്ടാക്കിയിട്ട് ഒരു തുന്നക്കാരൻ ബാപ്പുവിനെ അതിൻ്റെ MD ആക്കി നിയമിച്ചു. അപ്പോൾ തുന്നക്കാരൻ ബാപ്പു ഈ മോളിൻ്റെ MD ആയാലും അയാളെന്താ ചെയ്യുക? അയാൾക്ക് തുന്നക്കാരൻ എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ അപ്പുറം വല്ല എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? അവസാനം ഈ ഭാരവാഹിത്വത്തിൻ്റെ ഭാരം വഹിക്കാൻ കഴിയാണ്ട് വന്നപ്പോൾ അയാളെ പിന്നെ സമൂഹം കാണുന്നത് മരിച്ച നിലയിലാണ്. ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം നാളെ മഹ്ശറയിൽ ആരോ ഏറ്റെടുക്കാമെന്നറിയില്ല. തുന്നക്കാരൻ ബാപ്പു അങ്ങനെ പോയി. മറ്റതൊക്കെ ആൾട്ടർനേറ്റീവ് ബാങ്കും മറ്റേ യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു പെട്ടിക്കട പോലും ഉണ്ടാക്കിയിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടികൾ ഉണ്ടാക്കി വെച്ചതാണ്. നബി ഒന്നിനും നിന്നിട്ടില്ല. നബി അവരെ ആകപ്പാടെ പറഞ്ഞത്, നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷെ സമ്പന്നതയെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ്. അപ്പോൾ നബിക്ക് ഇവർ പൈസക്കാരാകണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിട്ടില്ല. ദീനുണ്ടായാൽ മതി. ദീനുണ്ടായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ടായാൽ പിന്നെ വിശപ്പും ദാഹവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. വിശ്വാസികൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ഒരു നിയമത്തെയും. ഇപ്പം നമ്മളെ പാർട്ടിക്കാർ ഇപ്പോൾ നിലവിലുള്ള സർക്കാരുകൾ ഉണ്ടാക്കുന്ന മുത്തലാഖിനെ മറ്റേ വഖഫ് നിയമത്തെ അല്ലെങ്കിൽ എന്തെല്ലോ എതിർക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കാര്യവുമില്ല. കാരണം ഇസ്ലാം മതവിശ്വാസിയായ ആളുകൾക്ക്, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസിയായ ഒരാണും പെണ്ണും അവർ നിക്കാഹ് ചെയ്തു, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നിക്കാഹ് ചെയ്തിട്ട് ദാമ്പത്യ ബന്ധത്തിലിരിക്കെ അവർ തലാക്കാവുന്നു. തലാക്കാകുമ്പം അതിൻ്റെ മുത്തലാഖ് നിയമമൊന്നും ബാധിച്ചിട്ട് മൻകാന യോമിനുമില്ലായി വല്യോമിലാഹം എന്ന് വിശ്വസിക്കുന്ന ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് തലാക്ക് ചൊല്ലിയവൻ്റെ കൂടെ രണ്ടാമതും പോയി കിടക്കുമോ? അതിൽ ജനിക്കുന്ന കുട്ടി ഹറാമിലാവില്ലേ? അപ്പം പരലോകത്തിൽ വിശ്വസിക്കുന്ന അവൾ അതിന് നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. നിങ്ങൾ നിയമം കൊണ്ട് പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇല്ല, എന്നെ തലാക്ക് ചൊല്ലിയില്ലേ, അതിൻ്റെ അപ്പുറമുള്ള അള്ള ചോദിക്കൂലേ? അള്ള ചോദിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇസ്ലാം. അതുള്ളവന് പിന്നെ വേറെ ഒരു നിയമം ആവശ്യമില്ല. ഏത് നിയമം കൊണ്ടുവന്നിട്ടും ഒരു കാര്യവുമില്ല. മൻകാന യൂമിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ എന്ന ആ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ നിൽക്കുന്നവരാണും പെണ്ണും പിന്നെ നമ്മളെ ഭൗതിക നിയമങ്ങൾ എന്തായിരുന്നു നിയമമൊന്നും ചോദിക്കില്ല. ഈ വിശ്വാസം ഉണ്ടായാൽ മതി. ഇതാണ് ഇസ്ലാമിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇസ്ലാമിന് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മതപ്പാർട്ടികളുടെ ആവശ്യമൊന്നും ഇസ്ലാമിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞിട്ട് 1500 കൊല്ലമായില്ലേ? പിന്നെ എന്തെങ്കിലും സംഘടന ഉണ്ടായിരുന്നോ? സക്കാത്ത് കൊടുക്കാൻ കഴിയാണ്ടായിപ്പോയില്ല. ഇസ്ലാം അങ്ങനെ നിലനിൽക്കുന്നില്ലേ? ആ ഇസ്ലാം നിലനിന്നുകൊള്ളും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങാൻ ലോകാടിസ്ഥാനത്തിൽ. ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ആളും നബിയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇസ്ലാമായി. നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ നബിയെ അറിയണം. നമുക്കൊരു നബിയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാകുന്നു എന്ന് അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ അറിവ് അയാളെ ഭരിച്ചോളൂ.
ആ അറിവുള്ളിടത്തോളം കാലം അയാൾക്ക് വേറെ ഒന്നും കഴിയില്ല, ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് വല്ലാഹി ഈ ദീൻ ഇവിടെ നിലവിൽ വരും. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു തരണിക്ക് അവളുടെ ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കുന്നതല്ലാണ്ട് ഒന്നും ഭയപ്പെടേണ്ടി വരില്ല. അവൾ തന്നെ അറിയില്ല നടന്നു പോകുന്നത്. കാരണം കൂടെ അല്ലാഹ് ഉണ്ട്. ഇന്നല്ലാഹ മഅന, എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം വന്നാൽ പിന്നെ ഒരു സംഗതിയും പേടിക്കേണ്ടതില്ല. പിന്നെ ഭൗതികമായിട്ട് കുറേ സൂക്ഷ്മതകൾ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, മഹറമല്ലാത്ത ആണിൻ്റെ കൂടെ പെണ്ണ് യാത്ര ചെയ്യും. അതെല്ലാം ഭൗതികമായ നിയമങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യനാണല്ലോ, മനുഷ്യന് തെറ്റുപറ്റിപ്പോവുമല്ലോ. അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രിക്കോഷൻസ് നബി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. തെറ്റ് പറ്റിപ്പോവും. തെറ്റ് പറ്റാത്തത് മനുഷ്യനാകുകയും ചെയ്യില്ല, പിന്നെ അത് മലക്കാവും. തെറ്റ് പറ്റാത്തത് മലക്കിനല്ലേ തെറ്റ് പറ്റാണ്ട് നിൽക്കുള്ളൂ. അപ്പോൾ ആ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങൾ നബി നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നു. അതുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട, ഒരു സംഘടനയും വേണ്ട. സംഘടനയെക്കുറിച്ച് എന്തോ നിങ്ങൾ ചോദിച്ചല്ലോ എന്നോട്. മതസംഘടനകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണോ, മതസംഘടനകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണോ എന്ന അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ, മതസംഘടനകൾ ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷേ സംഘടനകൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. സംഘടനയാണ് തെറ്റ്. സംഘടനകൾക്ക് തെറ്റില്ല. അവരുടേതായ സംഘടനകൾ യോഗം കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക, നടപ്പിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇസ്ലാമിൽ സംഘടനകൾ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം മാത്രം. ഇന്ന ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാം. അതിൽ വേറെ ഒന്നും കലർപ്പുണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമാകുന്നു. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ആകുന്നു. മുഹമ്മദ് നബി എവിടെയാണ് ഉള്ളത്? ഈ പ്രപഞ്ചം മുഴുവനും. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെ കാല് വെച്ചാലും അവിടെ നമ്മൾ കാല് വെക്കുമ്പോൾ ഓർമ്മ വരും, ഇത് നബി ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ നമ്മൾ കാല് പുറകോട്ട് വരും. കാരണം അത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണത്. ഇല്ല, എൻ്റെ നബി എന്നെ അനുവദിച്ചിട്ടില്ല. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കൈ താണു പോകും. കാരണം നബി സമ്മതിച്ചിട്ടില്ല ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അത് വിശ്വാസികളല്ലാത്ത ആൾക്ക് അത് ബാധകമല്ല. അവർക്ക് എങ്ങനെയും ജീവിക്കാം ജാഹിലിയായിട്ട്. വിശ്വാസിക്ക് അത് പറ്റില്ല. പിന്നെ വിശ്വാസിക്ക് എതിർകക്ഷി എങ്ങനെയാണ് എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതയാളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് നബിയുണ്ട്, എന്നെ അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളെ മുമ്പിലിരിക്കുന്നവനുണ്ടാവില്ലല്ലോ.